ഒരു സംഖ്യയുടെ 6 മടങ്ങിനോട് 7 കൂട്ടിയതും 7 മടങ്ങിനോട് 6 കൂട്ടിയതും തമ്മിലുള്ള വ്യത്യാസം 29 സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 6 മടങ്ങിനോട് 7 കൂട്ടി, അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. 7 മടങ്ങിനോട് 6 കൂട്ടി മറ്റൊരു ഉത്തരം കിട്ടും. ആ രണ്ട് ഉത്തരങ്ങളും തമ്മിലുള്ള വ്യത്യാസം 29 സംഖ്യ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ സംഖ്യ നമുക്കറിയില്ല, സംഖ്യ എക്സ് എന്ന് കരുതുക. സംഖ്യ സമം എക്സ്. ഇനി സംഖ്യയുടെ 6 മടങ്ങിനോട് 7 കൂട്ടുക. മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുകയാണ്. അപ്പോൾ സംഖ്യയുടെ 6 മടങ്ങ് 6 കൂട്ടി ഗുണിക്കുക, 6x + 7. 6 മടങ്ങിനോട് 7 കൂട്ടുക, 6x + 7. അതവിടെ ഇരിക്കട്ടെ. ഇനി 7 മടങ്ങിനോട് 6 കൂട്ടുക, അപ്പോൾ എന്താണ്? 7x + 6. അപ്പോൾ രണ്ട് ഉത്തരങ്ങളാണ്, 6x + 7ഉം 7x + 6ഉം. ഇതിലേതാ വലുത്? ഇതാണ് വലുത്. കാരണം ഇവിടെ 7 മടങ്ങുണ്ട്, ഇവിടെ 6 മടങ്ങേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം എഴുതുക. ഏതാണ്? 7x + 6. അടുത്തത് 6x + 7. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലുതെന്ന് ചെറുത് കുറയ്ക്കുക. അപ്പോൾ ഇതാണ് വലുത്, അതിന്ന് ചെറുത് കുറയ്ക്കുക. ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഇടണം. 7x + 6 കുറയ്ക്കണം 6x + 7 സമം വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 29 സമം 29. ഇനി 7x + 6 കുറയ്ക്കണം 6x + 7 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിന്ന് 6xും കുറയ്ക്കണം 7ഉം കുറയ്ക്കണം. ഈ മൈനസ് വന്നിട്ട് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് നമ്മൾ ബ്രാക്കറ്റ് ഇല്ലാതെയാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തേക്ക് ചിഹ്നം മാറ്റി എഴുതണം. അപ്പോൾ ഇവിടെ മൈനസ് വരുമ്പോൾ ഇത് പോസിറ്റീവ് മാറിയിട്ട് ഈ ബ്രാക്കറ്റ് കളയുമ്പോൾ -6x, അതുപോലെ +7 ബ്രാക്കറ്റ് മാറ്റുമ്പോൾ -7. രണ്ടിന് ചിഹ്നം മാറ്റി എഴുതി സമം 29. ഇനി നമുക്ക് 7x നിന്ന് 6x കുറയ്ക്കാം. 7x നിന്ന് 6x കുറച്ചാൽ 1x ആണ്. 6 നിന്ന് 7 കുറയ്ക്കുക, 6 നിന്ന് 7 കുറച്ചാൽ -1, -1. അപ്പോൾ ഈ ഭാഗം മുഴുവൻ നമ്മൾ ചെയ്തു. x - 1 സമം 29. x - 1 29 ആണെങ്കിൽ x കാണാൻ ഈ -1നെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ വലത്തുവശത്ത് എന്തുണ്ട്? 29 ഉണ്ട്. 29 അത് ഈ -1 അങ്ങ് എടുക്കുമ്പോൾ +1 എന്നാവും. അപ്പോൾ 29 1 കൂട്ടിയാൽ 30. x 30, അതായത് സംഖ്യ 30.